ഹേ ഗായ്സ്, പ്രദീപ് രംഗനാഥൻ. ലവ് ടുഡേക്ക് ശേഷം പ്രദീപ് രംഗനാഥൻ ഒരു സെൻസേഷനായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പുള്ളിയുടെ കഴിഞ്ഞ പടം ഡ്രാഗണും വമ്പൻ ഹിറ്റായിരുന്നു. അപ്പോൾ ദീപാവലിക്ക് പണ്ടൊക്കെ വിജയ് തല സിനിമ എന്നൊക്കെ പറയുന്ന പോലെ നമ്മുടെ പ്രദീപ് രംഗനാഥൻ്റെ പടമാണ് വരുന്നത്. കൂട്ടത്തിൽ പ്രേമലുവിന് ശേഷം മമിത ബൈജു അഭിനയിക്കുന്നു. അപ്പോൾ ഡ്യൂഡിൻ്റെ ട്രെയിലർ കുറച്ച് ദിവസം മുമ്പ് വന്നിട്ടുണ്ട്. ഞാനത് റിയാക്ട് ചെയ്യാൻ കുറച്ച് ഡിലേ ആയിപ്പോയി. എന്തായാലും നമുക്കതൊന്ന് കണ്ടേക്കാം. ഓ പൊളി, കളർഫുൾ പടമായിരിക്കും കേട്ടോ. ഇവരെന്ത് പെട്ടെന്ന് ഇങ്ങനെ ഫാൻസ് ഒക്കെ ഉണ്ടാക്കിയെടുത്തേ. റൊമാൻസ് நமக்குள்ள இந்த லவ்ல செட் ஆகாது. അങ്ങേരുടെ എക്സ്പ്രഷൻ കിടിലായിട്ടുണ്ട്. അപ്പോൾ ഇത് ബേസിക്കലി ആദ്യം ഇവർ തമ്മിൽ പ്രേമത്തിലാവും, അപ്പോൾ വീട്ടുകാർ സമ്മതിക്കും, അപ്പോഴത്തേക്കും പ്രേമം ഓക്കെ അല്ലാതാവും. അങ്ങനെ എന്തെങ്കിലും കൺഫ്യൂഷൻ കോമഡി ആണോ അതോ നോക്കാം. അതെന്തോന്നു കുറച്ച് എക്സെൻട്രിക് ആയിട്ടുള്ള ക്യാരക്ടറാണെന്ന് തോന്നുന്നു. ലൈഫ് ഫെയിലിയേഴ്സ് ഇതെന്താ സംഭവം? ഡ്രാഗൺ പോലെ തന്നെ ഉണ്ട് ആ ഒരു കളർ ടെംപ്ലേറ്റ് ഒക്കെ. ദിവാലി இந்த உடம்பு வச்சு சண்டைக்கு போறியே, உன்னால 10 பேர் வந்து அடிக்க முடியுமா? 100 பேர் வந்தாலும் அடி வாங்க முடியும். സെയിം ടെംപ്ലേറ്റ് പോലെ ഉണ്ട്, പക്ഷെ ഭയങ്കര എനർജി ഫീൽ ചെയ്യുന്നുണ്ട്. ഇതെന്താണ്? நல்லா இருந்தா 2 பேர் லைஃப் நல்லா இருக்கும், இல்ல 2 பேருக்கு நாசமா போகும். ഓഹ്, ഇതിനകത്തുണ്ട് ഹീറോയിൻ പുതിയ ഹീറോ. தாலிக்கு எந்த மரியாதையும் இல்ல, அதுக்கு பின்னாடி இருக்கிற அந்த பொண்ணோட ஃபீலிங்ஸ்க்கு தான் மரியாதை. ഓ, കീർത്തീശ്വരൻ ഇങ്ങനെ മാറി അഭിനയിക്കും തോന്നുന്നു, പക്ഷെ കുറച്ച് എവിടെയൊക്കെ ഒരു ധനുഷ് അല്ലേ. മ്യൂസിക്, കളർ ടോൺ. தேவதாஸ் சார், நீங்க ஏன் இவ்வளவு பண்றீங்க? പാട്ട് ഇത് അധികം ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടില്ല, പക്ഷെ പിന്നെ കേൾക്കുമ്പോൾ ഒത്തക സൈൻഡിങ്. ഡ്യൂഡ് ദീപാവലി മാൻ, ഇത്രയും കളർഫുൾ ട്രെയിലർ. അതെന്ന് പറഞ്ഞാൽ ഒരു ദീപാവലി ഫെസ്റ്റിവൽ പടം പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന പോലെ. റൊമാൻസ്, ആക്ഷൻ, കോമഡി എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടൊരു സാധനം സെറ്റ് ചെയ്ത് അങ്ങ് റെഡിയാക്കി വെച്ചിരിക്കുക. മോനെ, ഇത് അത്യാവശ്യം എൻ്റർടൈനിങ് ആണ്. ഇതിൻ്റെ റൈറ്റിംഗ് കുറച്ച് നല്ലതാണ്, നല്ലൊരു സ്റ്റോറി ഉണ്ട്, അല്ലെങ്കിൽ പ്രദീപ് രംഗനാഥ് പൊളിച്ച് അടുക്കിയിട്ടുണ്ട് എന്നുള്ള സിറ്റുവേഷൻ ആണെങ്കിൽ ഇത് ഡ്രാഗണിനേക്കാളും കിടിലും വിജയമാവാനുള്ള ചാൻസ് ഉണ്ട്. ദീപാവലിയാണ്, എന്തായാലും തമിഴ്നാട്ടുകാരെ അടിച്ച് പൊളിക്കും. കൊള്ളാം എന്തായാലും. പുള്ളി ശരിക്കും എവിടുന്ന് എപ്പോഴും ഒന്ന് കയറിയെങ്കിൽ സെൻസേഷൻ ആയ പോലെ ആയിപ്പോയി. കൊള്ളാം. അപ്പോൾ നിങ്ങളും ട്രെയിലർ കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ആൻഡ് ഡു ഹിറ്റ് ദ ലൈക്ക് ബട്ടൺ ഓൾസോ. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.